രാജ്യത്തിന്റെ പല ഭാഗത്ത് കനത്ത മഴ തുടരുകയാണ്. ഡൽഹിയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്ര, അരുണാചൽ പ്രദേശ്, ജമ്മു കശ്മീർ, അസം എന്നിവിടങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ഉത്തരാഖണ്ഡിലെ കനത്ത മഴ ചാർധാം യാത്രയെ ബാധിച്ചിട്ടുണ്ട്. കേദാർനാഥിൽ 1000 മുതൽ 1500 പേർ വരെയാണ് കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയത്. സാധാരണയായി ഒരു ദിവസം 6000-ഓളം പേർ ദർശനം നടത്താറുണ്ട്. എസ് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്നും ചേരും. ശ്രീകാന്ത്, ഈ ഉത്തരഭാരതത്തിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് അതിശക്തമായ മഴ പെയ്യുന്നത്? ഒപ്പം കേദാറും ബദരിയും അടങ്ങുന്ന ചാർധാം തീർത്ഥാടനത്തെ ഇത് എങ്ങനെയാണ് ബാധിച്ചത്? ഗൗതം, രാജ്യത്തിന്റെ പല ഭാഗത്തും കനത്ത മഴ തുടരുകയാണ്. ഡൽഹിയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഈ സ്വകാര്യ സ്ഥാപനങ്ങൾക്കടക്കം വർക്ക് ഫ്രം ഹോം നൽകാൻ ഇതിനോടകം തന്നെ നിർദ്ദേശം പ്രാദേശിക ഭരണകൂടം നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്ര, അരുണാചൽ പ്രദേശ്, ജമ്മു കശ്മീർ, അസം എന്നിവിടങ്ങളിലും വിവിധ ഭാഗങ്ങളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ഉത്തരാഖണ്ഡിലെ കനത്ത മഴ ചാർധാം തീർത്ഥയാത്രയെ ബാധിച്ചിട്ടുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരം. കനത്ത മഴയെ തുടർന്ന് ഈ ഉത്തരേന്ത്യയിലെ പല ഈ ഹില്ലി മേഖലകളിൽ, മലയോര മേഖലകളിലൊക്കെ തന്നെ വലിയ തോതിൽ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഗുജറാത്തിൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനോടകം. ഒപ്പം തന്നെ മുംബൈയിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. രാജസ്ഥാനിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ആകെ പറയുകയാണെങ്കിൽ ഈ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. രാജ്യ തലസ്ഥാനത്തും മഴയ്ക്ക് ശമനമില്ല. ഇന്നലെ മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നു.